ഒരു പടം സക്സസ് ആയി, ഒരു കോടിയിൽ നിന്ന് 5 ആയി, രണ്ടാമത് പടം സക്സസ് ആയി 10 ആയി, 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടിയോ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി നിങ്ങൾ നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് നിങ്ങളുടെ നിർമ്മാതാക്കൾ ഒരു കത്തിന് മറുപടി കൊടുത്തു, ഒരു കത്തിന് മറുപടി കൊടുത്തു, താരസംഘടന വന്ന കത്തിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത്. മറുപടി കൊടുത്തു, കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുത്തു, അവരുടെ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജയൻ ചേർത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ജയൻ ചേർത്ത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ആ നടപടി എന്തായി? മറുപടി വന്നിട്ടില്ല. 7 ദിവസം ആകുന്നേ ഉള്ളൂ. 7 ദിവസമായി. 3 ദിവസമായി കത്തയച്ചാൽ തന്നെ മറുപടി 7 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. മറുപടി വന്നില്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. അതൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു കാര്യങ്ങൾ വ്യക്തത. നിർമ്മാതാക്കളുടെ സംഘടന 2 സംഘടനയാണ്. ഈ ഇപ്പം ഒരു താരത്തെ ഉണ്ടാക്കുന്ന നിർമ്മാതാവാണ്. താരോദയം ഉണ്ടാവുന്നത് തിയേറ്ററിൽ നിന്നാണ്. അതിന് യാതൊരു ഡൗട്ടില്ല. എന്നിട്ടും ഈ താരങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കാതെ വരുമ്പോൾ നിങ്ങളെ പോലുള്ള നിർമ്മാതാക്കൾ ആ താരത്തെ, ചില നിർമ്മാതാക്കൾ ആ താരത്തെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പൈസ പറയാനുള്ള ഒരു അധികാരമില്ലേ? ഒരു ചോദ്യമാണ്. എനിക്ക് ആ താരത്തെ വെട്ടി വേണം, എനിക്ക്. അപ്പൊ നിർമ്മാതാക്കൾ അയാളുടെ പുറകെ പോകാതിരിക്കുന്നത് ഏറ്റവും ഉചിതം. അതാണ് പറഞ്ഞത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അതായത് ആവശ്യമുള്ളവര് സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ചിരിക്കില്ല. പിന്നീട് പൈസ കൂടിയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒരു കാര്യമില്ലല്ലോ. നിർമ്മാതാക്കൾ കംപ്ലൈന്റ് പോയി. പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവർക്കും അറിയാം, പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ കാര്യമുള്ളത്. ഇന്ന് ആരഭിനയിച്ചാലും OTT ചെയ്തില്ല, സാറ്റലൈറ്റ് ചെയ്തില്ല, മറ്റുള്ള കച്ചവടങ്ങളില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ചോദ്യത്തിന് താരങ്ങളെ എപ്പോഴാണ് കൂടുതൽ ചോദിക്കുന്നത്? അവരുടെ സക്സസ് ആകുമ്പോൾ കൂടുതൽ റെമുനറേഷൻ ചോദിക്കുന്നത്. ഒരു പടം സക്സസ് ആയി, ഒരു കോടിയിൽ നിന്ന് 5 ആയി, രണ്ടാമത് പടം സക്സസ് ആയി 10 ആയി, 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടിയോ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പടം സക്സസ് ആയി, പ്രേമന് കോടി, ആ ഹീറോ 1 കോടി ചോദിച്ചു, അടുത്ത പടം കൂടി 5 കോടി ചോദിച്ചു, കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ്. അയാളുടെ 5 പടം പൊട്ടിയാൽ അയാൾ 5-ൽ നിന്ന് 10 പോകണം, 10-ൽ നിന്ന് 1-ലേക്ക് ഇറക്കണം. അതിന് മറുപടി നിങ്ങളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞില്ല. ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റും മറുപടി കൂടി നിങ്ങൾ പറയണം. അപ്പൊ പിന്നെ നിങ്ങളുടെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ലാഭം ഉണ്ടായി ഞങ്ങൾ ഒരു വീതം തരാൻ എഗ്രിമെന്റ്. ഇപ്പൊ നിങ്ങൾ എഗ്രിമെന്റിലേക്ക് വന്നാൽ രാകേഷ് അവിടെ നിന്ന് ഒരു കത്ത് അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരം 30% ഡ്യൂറിങ് ഷൂട്ടിംഗ്, 40% ഡ്യൂറിങ് ഡബിംഗ്, 30% ബിഫോർ റിലീസ്. അത് അവർ പാലിക്കണം വേണ്ടിയോ? എഗ്രിമെന്റ് ഞങ്ങൾ മാത്രം പാലിച്ചാൽ പോയല്ലോ, അവരും പാലിക്കണം വേണ്ടിയോ? പിന്നെ അവര് ഒരു പ്രൊമോഷൻ വരണ്ടേ? നിങ്ങൾ തന്നെ പറയാം, ഒരു പ്രൊമോഷൻ വേണ്ടയോ വേണം. അപ്പൊ അതും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് റെമുനറേഷൻ കുറയ്ക്കുക, ഇല്ലെങ്കിൽ പ്രൊമോഷൻ പോവാ, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിന്. അത് വളരെ വ്യക്തമായിട്ട് ആ കത്തില് പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ആ പൈസ മേടിച്ചു തരാന്ന്. അപ്പൊ ആ ഗ്യാരണ്ടി അയക്കണ്ടേ? ഒന്നും സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ചോദ്യം ചോദിച്ച താങ്കൾ ഒന്ന് മറുപടി പറഞ്ഞു തന്നാൽ പഴയ പ്രൊഡ്യൂസറാണ് ഞാനൊന്ന് ഫോളോ ചെയ്യാം, ഞാൻ ഒരു പടം എടുക്കാൻ ശ്രമിക്കാം, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എഗ്രിമെന്റ് ഉണ്ട്, പാലിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റ് എത്ര വേണമെങ്കിലും രാകേഷ് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ പോയാൽ കണ്ടാലും നിങ്ങളുടെ കയ്യിൽ വേണോ? 100 എഗ്രിമെന്റ് വേണോ? പിന്നെ നിങ്ങൾ ഞാൻ നിർമ്മാതാവായിട്ട് എന്നെ വെച്ച് പണിയെടുക്കാൻ പറ്റുമോ? ഞാൻ നിർമ്മാതാവായിട്ട് നിങ്ങളെ വെച്ച് പണിയെടുക്കാൻ പറ്റുമോ? ഓഡിയൻസ് വേണ്ടേ? താരങ്ങളല്ല, ഓഡിയൻസ് വേണോ വേണ്ടോ? ഞാൻ നിങ്ങൾ അഭിനയിച്ച പടം ഓടോ? അതുകൊണ്ടാണ് ദയവേത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പണിക്കും ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായി. അതല്ല, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ഇല്ല, വേറൊന്നുമല്ല. പറയേണ്ട മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തിന് കാര്യങ്ങളെടുത്ത് പോയിരുന്നു? OTT സാറ്റലൈറ്റ് വില ഉണ്ടായിരുന്ന സമയത്താണ് പോയത്, ഇപ്പൊ അതില്ല. അത് കാര്യങ്ങൾ എല്ലാ മാസവും കണക്ക് ചെറുതും വലുതുമായ പടങ്ങളുടെ സിനിമ സംസ്കാരം ഉണ്ടാവും. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഓണക്കൂടിയല്ല. 6 മാസത്തേക്കുള്ള മുഖം കാണാൻ
ഞങ്ങളെ വ്യവസായ താങ്ക്സ്